Hello friends, Assalamu alaikum. Welcome back to my YouTube channel. ഇന്നത്തെ റെസിപ്പി കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൊണ്ട് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബ്രെഡ് ടോസ്റ്റാണ്. നല്ല ടേസ്റ്റിയാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടതിന് ശേഷം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കൂടി അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പെട്ടെന്ന് തന്നെ നമുക്കിതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് നമുക്കൊരു ബൗളിലോട്ട് 3 എഗ്ഗ് പൊട്ടിച്ചിട്ട് ഒഴിച്ചു കൊടുക്കണം. ഇതിലോട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത ഒരു സവാളയും 2 പച്ചമുളകും അതുപോലെ 1 ടേബിൾ സ്പൂൺ മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ പെപ്പർ പൗഡറും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കണം. ഉപ്പ് കൂടിപ്പോകരുത്, ആവശ്യത്തിന് മാത്രം ചേർത്ത് കൊടുക്കാം. ഇനി ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. ഈ സവാളയും പച്ചമുളകും എഗ്ഗൊക്കെ നന്നായിട്ട് യോജിച്ച് വരുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സവാള വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് യോജിച്ച് വരും. ഇതിപ്പോൾ നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് സ്ലൈസ് ബ്രെഡാണ്. ഇനി ഓരോ സ്ലൈസ് ബ്രെഡ് എടുത്തിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച എഗ്ഗിൻ്റെ മിക്സ് 1-2 ടേബിൾ സ്പൂൺ ഇതുപോലെ ഓരോ ബ്രെഡ് സ്ലൈസിൻ്റെയും മുകളിൽ ഒഴിച്ചു കൊടുക്കണം. നമ്മൾ ബ്രെഡ് എടുത്തിട്ട് നേരിട്ടിട്ട് എഗ്ഗിൻ്റെ മിക്സിൽ ഡിപ്പ് ചെയ്തെടുക്കരുത്. അങ്ങനെയാകുമ്പം സവാളയും പച്ചമുളകൊന്നും എല്ലാ സ്ഥലത്തും എത്തില്ല. ഇതുപോലെ ചെയ്തെടുക്കാം. ഇതുപോലെ 2 ബ്രെഡിൽ ഞാനിപ്പോൾ ചെയ്തെടുക്കുന്നുണ്ട്. 2 ബ്രെഡിൻ്റെയും ഓരോ വശത്ത് മാത്രം ചെയ്തെടുത്താൽ മതി. ഒരു 1-2 ടേബിൾ സ്പൂണ് എല്ലാ വശത്തുമായിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഞാനിവിടെ ഒരു പാന് ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് 1 ടീസ്പൂണ് വെളിച്ചെണ്ണ ആഡ് ചെയ്യാം. ഗീ ആഡ് ചെയ്യരുത്, എന്തെങ്കിലും ഓയിൽ മാത്രം ചേർത്ത് കൊടുക്കാം. പാൻ നന്നായിട്ടൊന്ന് ചുറ്റിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ച ബ്രെഡ് ഇതിലോട്ട് വെച്ച് കൊടുക്കണം. അതിനുശേഷം മീഡിയം ഫ്ലെയിമിലോട്ട് വെച്ചിട്ട് ഒരു 30 സെക്കൻഡ് കഴിയുമ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, അങ്ങനെയാകുമ്പോൾ ബ്രെഡ് ആയതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകും. പെട്ടെന്ന് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാനൊക്കെ പറ്റും. പൊട്ടിപ്പോകുമെന്നുള്ള പേടിയൊന്നും വേണ്ട, നന്നായിട്ട് തിരിച്ചിട്ട് കൊടുക്കാൻ പറ്റും. അതിനുശേഷം ഈ ബ്രെഡിൻ്റെ മുകൾ വശത്ത് നമുക്ക് 1-2 ടേബിൾ സ്പൂൺ എഗ്ഗിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. നേരത്തെ അടിയിൽ ചെയ്തതുപോലെ തന്നെ മുകളിലും ചെയ്ത് കൊടുക്കാം. ഇങ്ങനെയാകുമ്പോൾ നമുക്ക് ബ്രെഡ് കഴിക്കുന്ന ടൈമിൽ 2 വശത്തും ഓംലെറ്റൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റി ആയിരിക്കും കഴിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ നേരിട്ടിട്ട് എഗ്ഗിൻ്റെ ബാറ്ററിലോട്ട് ബ്രെഡ് ഡിപ്പ് ചെയ്ത് എടുക്കുകയാണെങ്കിൽ ഒരു വശത്ത് മാത്രമേ ഇതുപോലെ ഓംലെറ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്യുകയാണെങ്കിൽ 2 വശത്തും ഓംലെറ്റ് വരുന്ന വിധത്തിൽ ഇതുപോലെ ചെയ്തെടുക്കണം. ഇനി അടിവശം ഒരു 1 മിനിറ്റ് കുക്കായി വരുന്ന ടൈമിൽ നമുക്കിത് വീണ്ടും തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ ഒരു 2-3 തവണ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കുമ്പോൾ നന്നായിട്ട് ഇതൊരു ഗോൾഡൻ കളറായി വരും. ഇരുവശവും ഒരുപോലെ ഗോൾഡൻ കളറായി വരുന്ന ടൈമിൽ നമുക്കിത് പാനിൽ നിന്നും ഒരു പ്ലേറ്റിലോട്ട് മാറ്റണം. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ളൊരു സ്നാക്കാണ്. അതുപോലെ കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്നൊരു സ്നാക്ക് കൂടിയാണ്. ബ്രെഡ് ഓംലെറ്റ് എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് കോമ്പിനേഷനാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റിയാണിത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിവിടെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റിയതിന് ശേഷം ബാക്കിയുള്ള ബ്രെഡും ഇതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ മുഴുവൻ ബ്രെഡും ഇവിടെ ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, ബ്രെഡിൻ്റെ മുകളിലായിട്ട് മല്ലിയിലയും പച്ചമുളകും സവാളയൊക്കെ ആയിട്ട് കാണുമ്പോൾ തന്നെ അറിയാം ഇത് എത്രത്തോളം ടേസ്റ്റിയാണെന്ന്. കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്നൊരു സ്നാക്കാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുമ്പോൾ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇത് നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ ക്ലോസ് ആയിട്ട് കട്ട് ചെയ്തിട്ടും കഴിക്കാം, അല്ലാതെ മുഴുവനായിട്ടും കഴിക്കാം. ഞാനിതിപ്പോൾ കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം.
നല്ലൊരു ഭംഗിയാണ് കാണാൻ തന്നെ. ഇരുവശത്തും ഓംലെറ്റും നടുവിലായിട്ട് ബ്രെഡൊക്കെ ആയിട്ട് കാണുമ്പം തന്നെ നല്ലൊരു ഭംഗിയാണ്. അതുപോലെ വെരി ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം അറിയിക്കണം. കൂട്ടുകാർക്കും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് ഞാൻ ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനായിട്ട് ബെൽ ബട്ടൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്ത് വെച്ചേക്കണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനിയും കാണാം ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകളുമായിട്ട്. അതുവരെ എല്ലാവർക്കും താങ്ക് യു.